മലപ്പുറത്ത് ഹിന്ദുക്കളുടെ ഒരു പരിപാടി നടത്തണ്ട. കുംഭമേള മാഘമാകം ഈ 15-ാം തീയതി മുതൽ ഫെബ്രുവരി 3 വരെ പ്ലാൻ ചെയ്തിരുന്ന അത് നിരോധിച്ചിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? ആനന്ദവനം സ്വാമി മഹാമണ്ഡലേശ്വർ ജൂനാഗാഡ് യഥാർത്ഥത്തിൽ മാർസിൽ നിന്ന് മഹർഷിയിലേക്ക് എത്തിച്ചേർന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം. അദ്ദേഹം SFIയുടെ വളരെ സജീവ പ്രവർത്തകനായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു. അവിടെ നിന്ന് ഇത്രയും വലിയൊരു മഹർഷിയിലേക്ക് എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നിരോധിച്ചതാണ് സമാന സ്വഭാവത്തിലുള്ള ഈ കുംഭമേള. ഭാരതപ്പുഴയുടെ തീരം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഭാരതപ്പുഴയുടെ സവിശേഷത, ഈ രാജ്യത്ത് ഭാരതമെന്ന് പേരുള്ള ഒരൊറ്റ പുഴ മാത്രമേ ഉള്ളൂ, അത് ഭാരതപ്പുഴയാണ്. ത്രിമൂർത്തി സംഗമ വേദിയാണ് ഈ നാവാമുകുന്ദൻ്റെ സന്നിധി എന്ന് പറഞ്ഞത്. അവിടെ നടത്താൻ ഉദ്ദേശിച്ച് അതിനെ തടഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോസിറ്റീവാണത്. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഗുരുവായൂരപ്പന് ഈ വീടിൻ്റെ ഐശ്വര്യം, ശബരിമല ധർമ്മശാസ്താവ് ഈ വീടിൻ്റെ ഐശ്വര്യം, വൈക്കത്തപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ ഹിന്ദു കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. എല്ലാ ഹിന്ദുക്കളും ഈ ഹിന്ദു കുടുംബത്തിൻ്റെ ഐശ്വര്യം പിണറായി വിജയൻ എഴുതി വെക്കണം. കാരണം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും ഹിന്ദുത്വവും ഒന്ന് കഴിഞ്ഞ ഒരു 10-30 വർഷക്കാലത്തെ ചരിത്രം, അല്ലെങ്കിൽ ഒരു 50 വർഷക്കാലത്തെ ചരിത്രം നമ്മൾ നോക്കൂ. അവരെതിർത്തിട്ടുള്ള എല്ലാം രാമായണ മാസാചരണം, പി പരമേശ്വരയുടെ നേതൃത്വത്തിൽ ചെറിയ രീതിയിൽ തുടക്കം കുറിച്ചതെന്നാണ് ഈ രാമായണ മാസാചരണം കർക്കിടക മാസത്തിൽ. ഇന്ന് നോക്ക്, ഇന്ന് ദേശാഭിമാനി പോലും കർക്കിടക മാസമാകുമ്പോൾ രാമായണത്തിൻ്റെ പതിപ്പിറക്കുന്നു. ദിവസവും ഓരോ പണ്ഡിതന്മാരെ കൊണ്ട് ലേഖനം എഴുതുന്നു. ജി സുധാകരന്, പ്രതിഭാഹരി ഉൾപ്പെടെയുള്ള ആൾക്കാർ രാമായണം വായിച്ച് തിമിർക്കുന്നു, അതിൻ്റെ വീഡിയോ ഇടുന്നു. അതൊരു പോസിറ്റീവല്ലേ? അവരെതിർത്തതല്ലേ? രണ്ടാമത്തേത് നമ്മൾ നോക്കൂ, അഷ്ടമിരോഹിണി, ശ്രീകൃഷ്ണ ജയന്തി. ഇവിടുത്തെ കൊച്ചുകുട്ടികൾ ശ്രീകൃഷ്ണ ജയന്തി വളരെ ചെറിയ രീതിയിൽ തുടക്കം കുറിച്ചതാണ്. ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ അഷ്ടമിരോഹിണി വളരെ വിപുലമായിട്ട് ആഘോഷിക്കുകയാണ്. CPMൻ്റെ ശക്തി കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ അമ്പാടിമുക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലം. അവിടെ CPMൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് നടക്കുന്ന അഷ്ടമിരോഹിണി ആഘോഷങ്ങൾ. DYFIക്കാരും ഒക്കെ ഇന്ന് തെരുവിൽ ഇറങ്ങാറുണ്ട് അഷ്ടമിരോഹിണിയുടെ പേരിൽ. അതും വളരെ പോസിറ്റീവല്ലേ? അതും ആരെതിർത്തതാണ്? ഇവരെതിർത്തതാണ്. വിവേകാനന്ദനെ ഇവരെതിർത്തിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുദേവനെ ഇവരെതിർത്തിട്ടുണ്ട്, എല്ലാവരെയും ഇവരെ ഒരു കാലത്ത് എതിർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ എതിർപ്പ് ഇതൊരു സാധാരണ നിലയിൽ ഒരു കുംഭമേളയായിരുന്നുവെങ്കിൽ, ഒരു മാഘമാസ പരിപാടി ആയിരുന്നുവെങ്കിൽ ഒരു 10,000-50,000 പേരെ വരത്തുള്ളായിരുന്നു. ഇന്ന് 5 ലക്ഷം അല്ല 50 ലക്ഷം ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു പരസ്യവും അതിൻ്റെ രീതിയിലുള്ളൊരു കളം ഒരുക്കി തന്നു പിണറായി വിജയൻ. പിണറായി PR ചെയ്തു. 100%. അല്ല, നമ്മൾ എങ്ങനെ പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. മലപ്പുറത്ത് എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കുംഭമേള വരുന്നു. ഞാൻ ഇന്നലെ ആനന്ദവനം സ്വാമിയായിട്ട് സംസാരിച്ചു. സ്വാമി അപ്പോൾ എന്നോട് പറയുകയാണ്, ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ അറിവിൽ അദ്ദേഹം പരിശോധിച്ചപ്പോൾ പറയുകയാണ്, മാതാ അമൃതാനന്ദമയി മഠം അവിടെ ഈ സാധുക്കൾക്ക് കക്കൂസ് കൊടുക്കുന്നൊരു പദ്ധതി നേരത്തെ തുടങ്ങി. ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുത്തു. മഠത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു, നേരിട്ട് അപേക്ഷ മേടിച്ച് കൊടുത്താൽ മതിയായിരുന്നു. കളക്ടർ നിരോധിച്ചു. അതിനുശേഷം ഈ അമൃതയ്ക്ക് ഈ ഒരു മൊബൈൽ ആശുപത്രിയുണ്ട്, ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ക്ലിനിക്ക്, ഒരു വലിയ ബസ്. അത് അത്തരം ആ ബസ്സിൻ്റെ സർവീസ് മലപ്പുറം ജില്ലയിൽ കൊടുക്കാൻ, സാധുക്കൾക്ക് കൊടുക്കാൻ, ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി അതിന് അനുമതി ചോദിച്ചപ്പോൾ ജില്ലാ ഭരണകൂടം പറഞ്ഞു, ആ അമൃതാനന്ദമയി മഠത്തിൻ്റെ വണ്ടി വരണ്ട എന്ന് പറഞ്ഞാൽ ഹിന്ദു ഐഡൻറ്റിറ്റിയുള്ള ഒന്നും മലപ്പുറത്തേക്ക് വരണ്ട എന്ന് ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിക്കുന്നു. അങ്ങനെ മലപ്പുറം മാറിയിരിക്കുന്നു. അതെ, മലപ്പുറം ഈ കേരളത്തിൽ നിന്ന് മാറി ഒരു പ്രത്യേക രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നൊരു വിഭാഗമാണെന്ന് മലപ്പുറത്തിനെ നയിക്കുന്നത്. നമ്മൾ നോക്കൂ, ഭരണ സൗകര്യത്തിനായിട്ട് പുതിയ ജില്ലകൾ വേണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? രാഷ്ട്രീയ നേതൃത്വവും അല്ലെ ഉദ്യോഗസ്ഥ നേതൃത്വവുമാണ് എല്ലാ കാലത്തും തീരുമാനിക്കാൻ ബാധ്യതയുള്ളത്. പക്ഷേ ഇപ്പോൾ ആരാ പറഞ്ഞിരിക്കുന്നത്? മുസ്ലിം സംഘടനകളാണ് പറഞ്ഞിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾ മലപ്പുറം 3 ആക്കി മാറ്റണം. മൂവാറ്റുപുഴ കേരളത്തിൽ എത്ര ജില്ല വേണമെന്നും എന്തൊക്കെ വേണമെന്നും തീരുമാനിക്കുന്ന അവിടെ. ഈ മലപ്പുറം ജില്ലയിൽ ഓരോ കാലത്തും ഓരോ ഫത്വകൾ പുറപ്പെടുവിക്കും. ആ ഫത്വയിലെ ഒന്ന് തന്നെയാണ് ഈ കുംഭമേള നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആനന്ദവന സ്വാമി കഴിഞ്ഞ കുറേയേറെ മാസക്കാലമായി സർക്കാർ സംവിധാനങ്ങളുമായി അടുത്ത് ഇടപെട്ടുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള അനുവാദങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ തടസ്സങ്ങളും മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥ, ആ രാഷ്ട്രീയ നേതൃത്വം എല്ലാം തന്നെ അദ്ദേഹത്തിന് വേണ്ട പിന്തുണയും സഹായവും ഒക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. നിന്ന നിപ്പിൽ മലപ്പുറം ജില്ലാ കളക്ടറെ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു തീരുമാനം എടുപ്പിച്ചതെന്നും അത് മുഖ്യമന്ത്രി വഴി എപ്രകാരമാണത് പുറത്തിറക്കിയതിനെ പറ്റി ഒരു അന്വേഷണം ആവശ്യമായ സംഭവമാണ്. ഒരു കാര്യമുണ്ട്, മതപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെയും ചടങ്ങുകളെയും തടയാനുള്ള അധികാരമൊന്നും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് സാധിക്കില്ല.
എത്ര പേരെ തടയാൻ സാധിക്കും? ഈ ഭാരതപ്പുഴയിലെ ആ ശുദ്ധമായ ജലാശയത്തിൽ മുങ്ങി കുളിക്കുക എന്ന് പറയുന്ന ആ ചടങ്ങ് ഈ ഭാരതത്തിലുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കാം. എല്ലാവരുടെയും അവകാശമാണ്. എല്ലാവരുടെയും അവകാശമാണ്. ഒരു പുഴയിൽ കുളിക്കാൻ പാടില്ലെന്ന് പറയാൻ അതെ അതെ. നദീ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. നദീ സംരക്ഷണം ഇവരെത്ര ചെയ്യുന്നത്? അല്ല, അതിലൊരു ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ അനധികൃത നിർമ്മാണം നടത്തിയതാണ് പറഞ്ഞത്. പുഴയ്ക്ക് കുറുകെ ഒരു തടിപ്പാലം ഉണ്ടാക്കുന്നു. ഈ പാലം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാമിയായിട്ട് സംസാരിച്ചു. അനന്തവനം എന്നോട് പറഞ്ഞത് അവിടെ ഒരു ഇത് കഴിഞ്ഞാൽ ഉടനെ സർവോദയ മേള തുടങ്ങുകയാണ്. അതെ, എല്ലാ വർഷവും സർവോദയ മേളയ്ക്ക് വേണ്ടി പാലം ഇട്ടുകൊടുക്കുന്ന പഞ്ചായത്താണ്. പഞ്ചായത്ത് ഇടുന്ന പാലം നമ്മുടെ ഈ പരിപാടി വരുന്നതുകൊണ്ട് ഒരാഴ്ച നേരത്തെ ഇടാൻ തീരുമാനിച്ചു. അതല്ലാതെ ഒരു എൻക്രോച്ച്മെൻറ്റും അല്ല. നമ്മുടെ പരിപാടി കഴിഞ്ഞാലും ഈ പാലം അവിടെ ഉണ്ടാക്കുന്നതാണ്. ഈ പമ്പാ നദി മാരാമൺ കൺവെൻഷൻ, മാരാമൺ കൺവെൻഷന് പമ്പാ നദിയുടെ കുറുകെ താൽക്കാലിക പാലം നിർമ്മിക്കാറുണ്ട് എല്ലാ വർഷവും. ഇതൊക്കെ സാധാരണ സംഭവങ്ങൾ മാത്രമാണ്. MSFന്റെ സമ്മേളനം ഇതേ വേദിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ്. അന്ന് ആർക്കും എതിർപ്പില്ലായിരുന്നു. ഇപ്പോൾ ഇത് എതിർത്തതിൻ്റെ പിന്നിൽ വളരെ നല്ലതാണ്. ഈ എതിർപ്പ് വളരെ ശക്തമായി പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവിധ ഐശ്വര്യവും പിണറായി വിജയൻ ഉണ്ടാകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഏതായാലും വേറെ കാര്യമുണ്ട്. മലപ്പുറം ജില്ല ഇപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായി മാറിയതുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യങ്ങളൊന്നും പഴയ പോലെ നടക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. കേരളത്തിൽ പതുക്കെ അവർ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ ഒരു നേതാവിൻ്റെ ഒരു കുറിപ്പ് ഞാൻ കണ്ടു. കേരളത്തിലെ മൊത്തം കണക്കെടുത്തിട്ട് നമ്മൾ മിക്കവാറും എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും നമ്മുടെ സ്വാധീനം ഉറപ്പിച്ച് വരികയാണ്. നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വരികയാണ്. ഒന്നെങ്കിൽ വൈസ് പ്രസിഡന്റ്, അല്ലെങ്കിൽ ചെയർമാൻ, അല്ലെങ്കിൽ ഭൂരിപക്ഷം അംഗങ്ങളൊക്കെ നമുക്കുണ്ട്. നമ്മൾ വലിയ സംഭവമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങ് കണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം എന്ന് പറയുന്നു. അപ്പോൾ പതുക്കെ മലപ്പുറം കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ പോകാം. അതെ അതെ. മലപ്പുറം, അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിനകത്തൊരു അൽ കേരളം സൃഷ്ടിക്കുക. ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും അതേപോലെ തന്നെയാണ് പറഞ്ഞത്. കേരളത്തിനെ രണ്ടാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനമാക്കി മാറ്റുക. ക്രമേണ ഈ ദക്ഷിണേന്ത്യയെ കട്ട് ചെയ്തുകൊണ്ട് കട്ടിങ് ദ സൗത്ത് ആ രീതിയിൽ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭാരതത്തിനകത്തൊരു അൽ ഭാരതം, ഒരു അൽ ഇന്ത്യ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ എല്ലാവിധമായ തയ്യാറെടുപ്പുകളും നടപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണിത്. മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു കാര്യവും ചെയ്യാൻ സാധിക്കത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അടിച്ചമർത്തപ്പെട്ട ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഈ മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കൾക്കുണ്ടാകുന്ന കാലം അതിവിദൂരമേ അല്ല. തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ എല്ലാവിധമായ മുന്നൊരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സാംസ്കാരിക പാരമ്പര്യമുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എഴുത്തച്ഛനായിക്കൊള്ളട്ടെ, മേൽപ്പത്തൂർ ഭട്ടതിരി ആയിക്കൊള്ളട്ടെ, എല്ലാവരാലും ജന്മം കൊണ്ടിട്ടുള്ള പൂന്താനം ജനിച്ച പ്രദേശമാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ചിലപ്പോൾ മരുമോൻ എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മരുമോനാണ് കേരളത്തിലെ ടൂറിസം മന്ത്രി. ഒരു സാംസ്കാരിക ടൂറിസമാക്കി മാറ്റി സംസ്ഥാന സർക്കാരിന്റെ വരുമാനം നമ്മൾ നോക്കൂ. മഹാകുംഭമേള 1 ലക്ഷം കോടി രൂപയാണ് UP സർക്കാരിന്റെ വരുമാനം ഉണ്ടായത്. അതാ പറഞ്ഞത്, ഒരു ദിവസമെങ്കിലും ആ ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതൊന്ന് അദ്ദേഹത്തിനൊന്ന് ശിഷ്യപ്പെടാനെങ്കിലും ഒന്ന് തയ്യാറാകണം. എന്താണ് അവിടെ നടത്തിയതെന്നൊന്ന് ചോദിച്ചു മനസ്സിലാക്കണം. അല്ലാതെ കണ്ണു അടച്ചുകൊണ്ട് ഒറ്റയടിക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള മണ്ടനാശയം, വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ള എന്ത് പറഞ്ഞ് നിരോധിക്കും? അങ്ങ് അഭിഭാഷകർ കൂടിയല്ലേ. ഒരു നദീതീരത്ത് ഹിന്ദുക്കൾ പുണ്യമായി കരുതുന്നൊരു നദീതീരത്ത് ഹിന്ദുക്കൾ ഒരുമിച്ച് കൂടി അവരുടെ ഒരു വിശ്വാസ പ്രചാരമുള്ള ഒരു സ്നാനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഏത് നിയമപ്രകാരം നിരോധിക്കാൻ? അവർ പറഞ്ഞിരിക്കും ഇപ്പം നദീ സംരക്ഷണം, നദിയെ മലിനപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവർ. കേരളത്തിലെ ഏത് നദിയാണ് മലിനമല്ലാത്തത്? സർവ്വ നദികളെയും മലിനമാക്കിയ സർവ്വ നദികളിലെയും ഈ ചരൽ ഉൾപ്പെടെയുള്ള ഊറ്റിക്കൊണ്ടു പോകുന്ന കക്ഷികൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ്. ഭാരതപ്പുഴയിലെ മണൽ കച്ചവടം, മലമ്പുഴയിലെ മണൽ കച്ചവടം, ഇവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതൊന്നുമല്ല, ഒരു നിയമം എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നദീ സംരക്ഷണം എന്ന് പറയുന്ന നിയമത്തിനെ പറ്റി അതിനകത്ത് ആ സ്റ്റോപ്പ് മെമ്മോയിൽ ഒന്ന് റെഫർ ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെട്ട് തടയാനുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള അധികാരം ഒരു സംസ്ഥാന സർക്കാരിനുമില്ല, കേന്ദ്ര സർക്കാരിനുമില്ല. ഒരു കാര്യമുണ്ട്, ഈ ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിനല്ല 10,000-കണക്കിന് ആൾക്കാർ ദക്ഷിണേന്ത്യയിൽ എങ്ങും നടന്നിട്ടില്ല ഇതുവരെ ഇത്തരത്തിലുള്ള ചടങ്ങ്. അതുകൊണ്ട് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് എത്തിച്ചേരും, അത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, പിണറായി വിജയന് ഈ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ ദിവസവും എടുക്കണേ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കേണ്ടുള്ളൂ. കാരണം അത്രമാത്രം ഹൈന്ദവ ഐക്യമുണ്ടാവാനും ഹിന്ദു ധർമ്മത്തിനെ പറ്റിയുള്ള ചിന്തയുണ്ടാവാനും ഇത്തരത്തിലുള്ള ചടങ്ങുകളുടെ ആവശ്യകതയെപ്പറ്റി ബോധവാന്മാരാകാനും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വളരെ പ്രയോജനം. അല്ല, നമ്മൾ ആലോചിക്കുകയാണ്, ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, 1000-കണക്കിന് വർഷം ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ആരെല്ലാം വന്നു, അലക്സാണ്ടർ വരെ, എന്നിട്ട് തകർന്നില്ല. ഈ കേരളത്തിലാണ് ഒരു കളക്ടർ ടിപ്പു സുൽത്താൻ വന്നു. ഈ ടിപ്പു സുൽത്താനെ വെട്ടി ഓടിച്ചൊരു പാരമ്പര്യവും ഈ കേരളത്തിലുള്ളതാണ്.
അത് പിണറായി മുതൽ മലപ്പുറത്തെ കളക്ടർ വരെ ആ ചരിത്രം ഒന്ന് ഓർമ്മിക്കണം. അവർക്കൊക്കെ നിസ്സാരമായിട്ട് പോകത്തേ ഉള്ളൂ. ഈ ചടങ്ങോടുകൂടി അവരുടെ പത്തിക്ക് കിട്ടിയ അടിയായിരിക്കും ഇത്. ഏതായാലും നമ്മുടെ ബഹുമാനായ ഗവർണറാണ് അതെ, ഗവർണർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഗവർണർ വരുന്ന ഒരു പരിപാടിയിൽ എന്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് ഇവർ തടയും? ഒരിക്കലും സാധിക്കുന്ന കാര്യമൊന്നുമല്ല. മണ്ടൻ ആശയങ്ങളാണ് ഇവർ. ഏതായാലും ആനന്ദവനം സ്വാമി പറഞ്ഞിട്ടുണ്ട് പരിപാടി നിശ്ചയിച്ചപ്പോൾ 100% വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള മാർഗദർശക മണ്ഡലം സന്യാസി സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരതത്തിലെ ഒരു സംഘടനാ രൂപമാണിത്. അതിൻ്റെ നേതൃത്വത്തിൽ 100 കണക്കിന് നാഗാ സന്യാസിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പുണ്യമായ കർമ്മത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരും. ഏതായാലും പ്രബുദ്ധ കേരളം ഇത് തിരിച്ചറിയണം. തിരിച്ചറിയുക മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം ഒഴുകേണ്ടത് ഭാരതപ്പുഴയുടെ തീരത്തേക്കാണ്. അതെ, തീർച്ചയായിട്ടും.